കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണു. ഇപ്പോൾ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോണു. അപ്പോൾ എന്നെപ്പറ്റി ചോദിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് സൗന്ദര്യത്തെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണേ. സൗന്ദര്യം ഇഷ്ടമുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണൂ അല്ലേ? അപ്പോൾ സൗന്ദര്യത്തിൻ്റെ ആദ്യപടി നമുക്ക് വെള്ളത്തിൽ നിന്ന് തുടങ്ങാം. വെള്ളമാണ് ആദ്യം തന്നെ കഴിക്കേണ്ടത്. ഒരു 20 വയസ്സായവരാണെങ്കിൽ 1 ലിറ്റർ വെള്ളം കുടിക്കാൻ നോക്കുക. 20 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ 20-40 വയസ്സൊക്കെ ആണെങ്കിൽ ഒരു 2 ലിറ്റർ വെള്ളം വെച്ചിട്ട് കുടിക്കുക ഒരു ദിവസം. 40 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ 3 ലിറ്റർ വെള്ളം വെച്ചിട്ട് കുടിക്കുക ദിവസം. ഏതെങ്കിലും രൂപത്തിൽ. ഇപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പം നല്ലോണം വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചാൽ നമ്മുടെ സ്കിന്നിലേക്ക് അത് അറിയും. നമ്മുടെ ആ സൗന്ദര്യം ഫസ്റ്റ് വെള്ളത്തിൽ കൂടിയാണ്. അപ്പം നമ്മുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഫസ്റ്റ് വെള്ളമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു യോഗയാണ് ഞാൻ പറയണത്. അതായത് ഫേസ് യോഗ. നമ്മുടെ മുഖമാണല്ലോ ഫസ്റ്റ് സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ട് കാണുമല്ലേ. പെട്ടെന്ന് നമ്മൾ അട്രാക്ഷനായിട്ട് കാണുന്നത് നമ്മുടെ മുഖമാണ്. അപ്പോൾ മുഖത്ത് നമ്മൾ ഫസ്റ്റ് രാവിലെ ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് വാമപ്പ് ചെയ്യാം. ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാവിലെയോ ഈ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് വാമപ്പ് ചെയ്യാം. ഈ കഴുത്തിന് മുകളിലോട്ട് ഒരു 2 സെക്കൻഡ് ഇങ്ങനെ, 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് ഇങ്ങനെ പിടിച്ചു വെക്കുക. താഴോട്ട്, വീണ്ടും മുകളിലോട്ട്, പിന്നെ താഴോട്ട്, പിന്നെ മുകളിലോട്ട്, പിന്നെ താഴോട്ട്. കണ്ടമാനം മുകളിലോട്ട് സാധിക്കാത്ത പോലെ മുകളിലോട്ടൊന്നും ആക്കണ്ട കേട്ടോ. ഏകദേശം ഇങ്ങനെ, അതായത് നമ്മുടെ ഇവിടെ ഒന്ന് വലിയണം. ആ വലിച്ചിൽ ഏകദേശം അറിഞ്ഞെന്ന് കണ്ടാൽ നിർത്തുക. നല്ലോണം വലിയിപ്പിച്ച് മുകളിലോട്ട് വല്ലാത്തൊരിത് കാണിച്ചിട്ട് കഴുത്ത് ഉളുക്കുകയൊന്നും ചെയ്യരുതേ. ഇവിടുത്തെ ഈ വലിച്ചിൽ അറിയുക, അത്രയേ ഉള്ളൂ. അത് ഒരു സ്റ്റെപ്പ്. അടുത്തത് ഇവിടെ നമുക്ക് വലിച്ചിൽ അറിയുന്നവരെ ഇങ്ങോട്ട് ചരിക്കുക, പിന്നെ മുകളിലോട്ട്. അതേപോലെ ഈ ഭാഗത്തേക്ക്. അപ്പോൾ ഇവിടെ നിന്നൊരു വലിച്ചിൽ വരുവേ. ഇപ്പോൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. വീണ്ടും ഇപ്പോൾ 2 സ്റ്റെപ്പ്. ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മുകളിലോട്ട്, പിന്നെ ഇങ്ങനെ. ഇപ്പോൾ ഈ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യുന്നവർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ എത്ര നേരം ഇങ്ങനെ പിടിക്കണമെന്ന് നമ്മൾക്കൊരു 5 സെക്കൻഡ് എണ്ണിയാൽ മതി. 1 2 3 4 5. ഈ കൗണ്ടിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കത് തെറ്റില്ല കേട്ടോ. അപ്പോൾ മുകളിലോട്ടും സൈഡിലോട്ടും കൊടുക്കുക. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മുടെ വാമപ്പ് കഴിഞ്ഞ്. അതിൻ്റെ കൂടെ ഒന്നും കൂടെ ചെയ്യാം. അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിനോ വല്ല പ്രയാസമുള്ളവർക്കാണെങ്കിൽ അത് ചെയ്യണമെന്നില്ല, സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ ഈ താടിനെ ഇവിടം കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഫുൾ റൊട്ടേറ്റ് ഒരു വട്ടം. അതേപോലെ തന്നെ റൈറ്റ് പോർഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യാം. ഇപ്പോൾ 1, വീണ്ടും 2, 3. എല്ലാം 3 പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 2 3. അപ്പോൾ നമ്മളുടെ വാമപ്പ് കഴിഞ്ഞു. കണ്ടമാനം ചെയ്തിട്ട് ഉളുക്കൊന്നും വേണ്ട കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വാമപ്പിൻ്റെ പരിപാടി കഴിഞ്ഞു. മുഖത്തേക്കുള്ള വ്യായാമത്തിനുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ അതായത് ഫേസ് യോഗ നമ്മുടെ മുഖത്ത് സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് മുഖത്തെ വാമപ്പാണ്. നിങ്ങൾ ഉടലിൽ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നവർക്ക് അത് വേറെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഫേസ് യോഗ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ. അതായത് നമ്മുടെ ഈ
ഡബിൾ ചിന്ന് വന്നിട്ടുള്ള പ്രയാസപ്പെടുന്നവരുണ്ടാവില്ല, അവിടെ താടിയലിൻ്റെ അവിടെ ഇങ്ങനെ തൂങ്ങിയിട്ട് വരുന്നത്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് ഈ ജോ ലൈൻ്റെ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഡബിൾ താടിയെല്ലാം വന്നിട്ടിരിക്കും. പിന്നെ ഇവിടെ ഈ ജോ ലൈനിൽ ഇങ്ങനെ ഒരു ലൈൻ വരാണ്ട് ഇങ്ങനെ എന്താ പറയുക, ഇവിടെയൊക്കെ വീർത്ത് കെട്ടിട്ട് നിൽക്കുക. അങ്ങനെയുള്ളവർക്കാണ് ഫേസ് യോഗ നല്ലത് കേട്ടോ. നല്ലതെന്ന് എല്ലാവർക്കും നല്ലതാണ്, പക്ഷെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതൊന്നൊക്കെ മാറി കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ ഇങ്ങനെ ആക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തെ ഇരട്ടത്താടിയൊക്കെ അങ്ങ് പോകും. അപ്പം ഞാനിത് ആദ്യം കുറേ നാൾ ചെയ്തിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്തിരുന്നല്ലോ, ഫിസിയോതെറാപ്പിക്കൊക്കെ പോകുമ്പോഴും പിന്നെ എക്സസൈസ് കുറേ പറഞ്ഞിരുന്നു അവർ. അപ്പോൾ അതിൽ പെട്ടിട്ട് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെയൊക്കെ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായിട്ട് ഇപ്പോൾ വയ്യാണ്ടൊക്കെ ആയപ്പോൾ അതെല്ലാം വിട്ടുപോയി. അപ്പോൾ എനിക്ക് എൻ്റെ അവിടെയൊക്കെ വന്നതുപോലെയുള്ളൊരു ഫീലിങ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്കും കൂടിയും കാണിച്ചത്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എനിക്കൊരു മോട്ടിവേഷനുമായി നിങ്ങൾക്കുമായി. അതായത് എനിക്ക് ഓർമ്മപ്പെടുത്തലായല്ലോ എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ 2 കവിള് ചിലവർക്ക് ഭയങ്കര എല്ലൊക്കെ ആയിട്ടിരിക്കും, ഇങ്ങനെ ഒരു ഒട്ടി ഉണങ്ങിയ പോലെ. ചിലവർക്ക് കണ്ടമാനം ഇങ്ങനെ തടിച്ച് കുണ്ടുപണിയിട്ടിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇവിടെയുള്ള കൊഴുപ്പും എല്ലാം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണതാണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്താ ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് കളിയാക്കാൻ ചിലപ്പോൾ മക്കളോ ഭർത്താവൊക്കെ കളിയാക്കൂലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവരൊക്കെ പോയതിന് ശേഷം റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ചെയ്താൽ മതി കേട്ടോ, ആരും കണ്ട. എന്നിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും മാറ്റം കാണുമ്പോൾ അമ്മയുടെ മുഖത്ത് എന്താ ഇങ്ങനെ ഒരു മാറ്റം എന്ന് മക്കൾ ചോദിക്കാം, അല്ലെങ്കിൽ ഭർത്താവ് ചോദിക്കാം. അപ്പോൾ നമുക്ക് പോയാലോ, നമ്മുടെ ഫേസ് യോഗയിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമ്മുടെ മുഖത്തെ മുകളിലോട്ടാക്കിയിട്ട്, അത് ഇവിടുത്തെ ഈ ഇതിന് നല്ലതാണ് കേട്ടോ. മുകളിലോട്ട് നോക്കിയിട്ട് നമുക്ക് ചിരിക്കാം. ഇങ്ങനെ ഒരു 5 മിനിറ്റ്, 5 ഇങ്ങനെ എണ്ണീട്ട് 1 2 3 4 5 അങ്ങനെ നമ്മളിങ്ങനെ മുഖിട്ട് ചിരിക്കുമ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ചെയ്യുന്ന ചീത്ത കണ്ട കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയണത് വാതിലൊക്കെ അടിച്ചിട്ട് ചെയ്തോളാം. അപ്പോൾ നമ്മൾ ആദ്യം ചിരിച്ചു, അതിനുശേഷം മുകളിലോട്ട് നോക്കിയിട്ട് നമ്മൾ മുത്തം കൊടുക്കുക. ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കിസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഭാഗം ഇങ്ങനെയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അത് ചെയ്യാം കേട്ടോ. കിസ് ചെയ്യൽ എത്ര വേണമെങ്കിലും ചെയ്യാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 എണ്ണം കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എത്ര വേണമെങ്കിലും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള ആ ഒരു മുഖത്തിൻ്റെ ഷേപ്പിന് നല്ലതാണ് ഇങ്ങനെ ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിരിച്ചു, ഉമ്മ കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ കവിളിന് വേണ്ടിയിട്ട് കവിളുടെ മസിലൊക്കെ ഒന്ന് നല്ല ടൈറ്റായി നല്ല സോഫ്റ്റും നല്ല ആരോഗ്യവും നല്ല സ്റ്റൈലും ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് കവിളിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ വെള്ളം പിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാം. ഇഷ്ടം നമുക്ക് 5 ഞാനിപ്പോൾ പറയുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൗണ്ട് കൂട്ടാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അത് ചെയ്യാം. ആദ്യം തന്നെ 1 2 3 4 5 എന്നിട്ട് ഓക്കെ, അത് ചെയ്തില്ലേ. അതിനുശേഷം നമുക്ക് ഒരു ഭാഗത്തേക്ക് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. വെള്ളം എടുത്തിട്ട് കവിളിൽ പിടിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ കവിളിൽ ആയല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ചിരിച്ചു, പിന്നെ കിസ് ചെയ്തു, അതിനുശേഷം ഇത് ചെയ്തു, പിന്നെ 4 എണ്ണം കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീർപ്പിക്കുക. നമ്മൾ മങ്കി പോലെ ഓക്കെ, ഒരു 5 സെക്കൻഡ് അതും ചെയ്തു. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ ചെയ്യാം. അഞ്ച് പ്രാവശ്യം. പിന്നെ വീണ്ടും
കഴിഞ്ഞില്ലേ? അപ്പോൾ 6 നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഫേസ് ഇവിടെ തൂങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ക്രീം വേണമെങ്കിൽ കയ്യിൽ വെക്കാം, വെളിച്ചെണ്ണയോ. അത് രാവിലെ നമ്മൾ കുളിക്കില്ലേ, കുളിക്കുമ്പോൾ ചെയ്താൽ മതി കേട്ടോ. കുറച്ച് എന്താ പറയുക, വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ലത്. കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഫേസ് ക്രീമോ സൺസ്ക്രീനോ എന്തെങ്കിലും ചെയ്തിട്ട് മുകളിലോട്ട് 1 2 3 4 5 6 7 8 9 10 മുകളിലോട്ട് 10 പ്രാവശ്യം. വീണ്ടും ഇവിടെ 1 2 3 4 5 6 7 8 9 10. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇത് 3 ഇതും ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ ഇതില്ലേ, ഇതിന് ഈ ഇങ്ങനെ തുടുത്തിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ ആക്കുക. വീണ്ടും ഇതൊരു 5 പ്രാവശ്യം മതി കേട്ടോ. മറ്റതെല്ലാം 10 പ്രാവശ്യം ചെയ്തോളൂ. ആകെ വേർത്ത് കുളിച്ചു. എനിക്ക് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വർത്തമാനം കേൾക്കുമ്പോൾ എന്തോ ഒരു പോലെ ഉണ്ടാവും. ഫാൻ ഓഫാക്കിയത് വേർത്ത് കുളിച്ച് പോയി. അതിനുശേഷം പിന്നെ നമ്മുടെ ഈ കവിളുകൾ ഒന്ന് ഇങ്ങനെ തുടിപ്പിക്കുക. അങ്ങനെ നുള്ളിയെടുക്കുക, അങ്ങനെ നുള്ളി പറിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ മോതിര വിരലെടുത്തിട്ട് നമ്മുടെ ഈ കണ്ണിനൊന്ന് ഇങ്ങനെ റൗണ്ട് ക്ലോക്ക് വേസ് ആൻഡ് ക്ലോക്ക് വേസ് ഇങ്ങനെ അതൊരു 3 പ്രാവശ്യം മതി കേട്ടോ കൊടുക്കുക. പിന്നെ നമ്മുടെ ഐബ്രോസിന് ഒന്ന് ഒരു ഇങ്ങനെ കൊടുക്കുക. ഇത് പിന്നെ നമ്മുടെ നെറ്റിക്ക്, അത് നമ്മുടെ ബ്രെയിനിൽ നല്ല എന്താ പറയുക, നല്ല ഉറക്കം കിട്ടാൻ ബെസ്റ്റ് എക്സസൈസാണ് കേട്ടോ. നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു 3 4 അല്ലെങ്കിൽ 5 പ്രാവശ്യം ചെയ്യാം കേട്ടോ. ഇത് നല്ല ഉറക്കം കിട്ടാനും പിന്നെന്താന്ന് നെറ്റിയിലുള്ള ചുളിവുകളുണ്ടല്ലോ, ഏകദേശം ഒരു 40 വയസ്സ് 30-35 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ചുളിവ് വീഴാൻ തുടങ്ങും. ആ ചുളിവൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു എക്സസൈസാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് നിർത്തുക. വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക, ഇവിടെ കൊണ്ടുവന്നിട്ട് നിർത്തുക. അതില്ലേ. പിന്നെ നമ്മുടെ ഈ ഒരു താടിയുടെ ഭാഗത്തിന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വയ്ക്കുക. വീണ്ടും ഇവിടത്തെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുക. വീണ്ടും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുക. വീണ്ടും ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്താൽ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല ബ്ലഡ് സർക്കുലേഷൻ വരും, സൗന്ദര്യം വർദ്ധിക്കും. അതിൻ്റെ കൂടെ വെള്ളവും കഴിക്കണം കേട്ടോ. വെള്ളം കുടിക്കണം. പിന്നെ നമ്മൾ ഏകദേശം ഒരു 40-45 വയസ്സായവരാണെങ്കിൽ വെള്ളം കുടിക്കുക. ഇതുപോലെ ഫേസ് യോഗ ചെയ്യുക, വാമപ്പ് ചെയ്യുക. പിന്നെ ഒരു 3-4 ബദാം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കുറച്ചൊരു ഉണക്കമുന്തിരി ഇതൊക്കെ കഴിക്കാൻ നോക്കുക. നമ്മുടെ സൗന്ദര്യം, നമ്മൾ നമ്മുടെ സൗന്ദര്യത്തിന് നമ്മൾ സ്നേഹിക്കുക, എന്നാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കാണ്ട് നമ്മൾ ഇത്ര കാലം പണ്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, പണ്ടത്തെ നമ്മുടെയൊക്കെ ആൾക്കാരെന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയിട്ട് ആണ് ജീവിക്കുക, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കില്ല. ഇനിയുള്ള തലമുറ ഇനി നമുക്ക് വേണ്ടിയിട്ടും കൂടിയും ജീവിക്കണം. നമ്മുടെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് സൗന്ദര്യം വേണം, കുറച്ച് ചെറുപ്പമായിട്ടിരിക്കണം എന്നൊക്കെയുള്ളവർ ഇത് ചെയ്യുക. അല്ലെങ്കിൽ എല്ലാവർക്കും ചെയ്യുക കേട്ടോ, എല്ലാവരും ചെയ്യണേ. അങ്ങനെയുള്ളവർക്ക് ചെറുപ്പമായിട്ടിരിക്കാൻ ഇനി എനിക്ക് എന്നെ കൊണ്ടാവില്ല, എന്തിന് എന്നെല്ലാം പറഞ്ഞിട്ടിരിക്കണവർക്കാവില്ല. പിന്നെ ഇതൊക്കെ എൻ്റെ എന്താ പറയുക, മെഡിറ്റേഷനിൽ കൂടിയാണ് ഞാൻ ഇതുപോലെ ആദ്യം വീണ്ടും ഉയർന്നെഴുന്നേൽക്കുന്നത് എൻ്റെ മെഡിറ്റേഷനിൽ കൂടിയാണ്. അപ്പോൾ നിങ്ങളും മെഡിറ്റേഷൻ ചെയ്യാതിരിക്കരുത്, മെഡിറ്റേഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും ചെയ്യണേ. ടാറ്റാ ബൈ ബൈ.